ക്രൈസ്തവർക്കെതിരെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും പ്രശ്നമുണ്ടാക്കി ആരുടെയും ബാക്കപ്പ് ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. കാരണം ഇപ്പം ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ മാഗ്നറ്റ് മോൾ അറ്റാക്ക് ചെയ്തു. ആദ്യ ദിവസം അവർക്ക് ജാമ്യം കിട്ടിയില്ല, 7 പേരെ അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം വീണ്ടും അവർക്ക് ജാമ്യം. അതിന് സീനിയർ ആയിട്ടുള്ള ലോയേഴ്സ് ഒക്കെയാണ് അപ്പിയർ ചെയ്യുന്നത്. ഇവരാരാണ്? ഇവരൊക്കെ RSSുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇതാണ് കാര്യം. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, RSSും മോദിയും തമ്മിൽ അത്ര നല്ല ലോഹ്യമല്ല. RSSനെ മോദിയെ മാറ്റണമെന്ന് താല്പര്യം. കാരണം RSSന്റെ പ്രഭാവത്തിലല്ല മോദി അതിനേക്കാളും വലുതാകാൻ ശ്രമിക്കുന്നു. അത് RSSന് ഒരു കാരണവശാലും അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത്, അതായത് RSSന്റെ ചീഫ്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ആകേണ്ടതില്ല? മോദി എവിടെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CAA പ്രക്ഷോഭകാലത്ത് ഡൽഹിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ വലിയൊരു മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഒരിക്കലും ഹിന്ദു രാഷ്ട്രമാകത്തില്ല. ഒരു കാരണവശാലും RSSന്റെ ചില ഹയർ ഹാൻഡ് ഉണ്ട്, അപ്പർ നേതാക്കളുണ്ട്, അവരാണ് നിയന്ത്രിക്കുന്നത്. അവരൊരു കാരണവശാലും ഈ OBCയെ ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഈ പറയുന്ന പോലെ അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുബ്രഹ്മണ്യ സ്വാമി ജെഫ്രി എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട മോദിയുടെ പേര് പറഞ്ഞു? അയാൾ വെറുതെ വിളിച്ചു പറയുന്നു. അയാൾക്കും പിന്തുണ കിട്ടിയിട്ടുണ്ട്. കാരണം മോദിയെക്കാളും RSSുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു തമിഴ് ബ്രാഹ്മണനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി അമേരിക്കയിൽ പോലും RSSന് വലിയ പ്രസൻസ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് പണ്ട്, ഇപ്പോഴല്ല നേരത്തെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പല ആവർത്തി ആദ്യം പറഞ്ഞിരുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കത്തില്ല ഞാൻ ഈ പറഞ്ഞ എന്തുവാണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. അവരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അവരുടെ കൂടുള്ളത് ഇപ്പോൾ RSS ആണ്. അതതിൻ്റെ കാര്യം. കാരണം BJPയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം അമേരിക്കയിലുള്ള ഫണ്ട് റൈസേഴ്സ് ഒക്കെ എന്ന് പറയുന്നവര് അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. RSSന് ഒരു കാരണവശാലും ഈ പറയുന്ന ട്രംപുമായിട്ട് അകന്നു പോകാൻ താല്പര്യമില്ല. RSSന്റെ അജണ്ട എന്ന് പറയുന്നത് അജണ്ടയാണ്, റൈറ്റ് വിങ് അജണ്ട തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് RSSുമായിട്ട് ബന്ധപ്പെട്ടോ എന്നുള്ള സംശയമുണ്ട്. അല്ലെങ്കിൽ റോയിറ്റേഴ്സ് ഇങ്ങനെ ആർട്ടിക്കിളൊന്നും കയറി വരുത്തുന്നില്ല. കാരണം വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ RSSന്റെ പല ബുദ്ധിജീവികളും മോദിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു, BJPക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു.